ലെസൺ 1 സ്ട്രക്ചർ ഓഫ് ആറ്റം അഥവാ ആറ്റത്തിൻ്റെ ഘടന എന്ന പാഠത്തിലെ അടുത്ത ഭാഗം. ദ മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് 1/1837 പാർട്ട് ഓഫ് ദ മാസ് ഓഫ് എ പ്രോട്ടോൺ. ഒരു ഇലക്ട്രോണിൻ്റെ മാസ് പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 1/1837 ഭാഗമാണ്. You are now familiar with different models of the atom. These models have helped to simplify many concepts in chemistry. വിവിധ ആറ്റം മാതൃകകൾ പരിചയപ്പെട്ടു. നമ്മൾ രസതന്ത്രത്തിലെ പല ആശയങ്ങളും ലളിതവൽക്കരിക്കുന്ന ആറ്റം മാതൃകകൾ സഹായിച്ചു. Later scientists proposed many more atom models. We can learn more about these models in higher classes. പിന്നീട് ധാരാളം ആറ്റം മാതൃകകൾ ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചു. ഇവയെക്കുറിച്ചെല്ലാം കൂടുതലായി ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. Some statements are given. Which of them are related to J.J. Thomson? ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ J.J. തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? പ്രപ്പോസ് ദ ഐഡിയ ഓഫ് ദ ഓർബിറ്റ്. ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചു. കണ്ടക്ട് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ഡിസ്കവേർഡ് ന്യൂട്രോൺ. ന്യൂട്രോണിനെ കണ്ടെത്തി. ഡിസ്കവേർഡ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ കണ്ടെത്തി. പ്രപ്പോസ് ദ പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് മാതൃകയും മുന്നോട്ട് വെച്ചു. Prepare a questionnaire about the scientists who conducted research on atomic structure and their contributions. Conduct a quiz program in your classroom based on this. ആറ്റം ഘടനയെക്കുറിച്ച് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞർ അവരുടെ സംഭാവനകൾ എന്നിവയെ സംബന്ധിച്ച് ചോദ്യാവലികൾ തയ്യാറാക്കി ക്ലാസ്സിൽ ഒരു ക്വിസ് മത്സരം സംഘടിപ്പിക്കുക. Atomic number and mass number. Atomic നമ്പറും മാസ് നമ്പറും. The number of protons is very important in the case of an atom. It is the number of protons in an atom that determines the element to which the atom belongs. The total number of protons in an atom is known as its atomic number. This is represented using the letter Z. ഒരു ആറ്റത്തെ സംബന്ധിച്ച് പ്രോട്ടോണിൻ്റെ എണ്ണം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഒരു ആറ്റം ഏത് മൂലകത്തിൻ്റേതാണെന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരു ആറ്റത്തിൻ്റെ പ്രോട്ടോണുടെ ആകെ എണ്ണത്തെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നു. സെഡ് എന്ന അക്ഷരം കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഈ ഭാഗം നന്നായി പഠിക്കാനുള്ള ഭാഗങ്ങളുണ്ട്. കണ്ടോ, ഇറ്റ് തൊട്ട് സെഡ് വരെ. ഇനി ആറ്റോമിക് നമ്പർ എന്താണ്? ആറ്റോമിക് നമ്പർ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. പ്രോട്ടോണുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളുടെ എണ്ണത്തെയും സൂചിപ്പിക്കുന്നു. വാട്ട് ആർ ദ പാർട്ടിക്കിൾസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, പിന്നെ ഏതാണ്? ന്യൂട്രോൺ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. ഇനി ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് നോൺ ആസ് ഇറ്റ്സ് മാസ് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ എന്ന് പറയുന്നു. ദിസ് ഈസ് റെപ്രസെൻറ്റഡ് യൂസിങ് ദ ലെറ്റർ എ. ഇതിനെ എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്ത് നമുക്ക് പഠിക്കാം. What is the mass number of an atom having 2 protons and neutrons? എന്താണ്? 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളും ഉള്ള ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ എത്രയായിരിക്കും? അപ്പോൾ 2 പ്രോട്ടോണും ഉണ്ട്, 2 ന്യൂട്രോണും ഉണ്ട് അല്ലേ? അപ്പോൾ 2 + 2 = 4. അപ്പോൾ എത്ര എണ്ണം ഉണ്ടായിരിക്കും? അപ്പോൾ എത്ര മാസ് നമ്പർ ഉണ്ടായിരിക്കും? മാസ് നമ്പർ 4. ഇനി മാസ് നമ്പർ number of protons plus number of neutrons. Atomic number plus number of neutrons. എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവുമാണ് എന്ത്? മാസ് നമ്പർ. ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ ന്യൂട്രോണുകളുടെ എണ്ണമാണ് എന്ത്? മാസ് നമ്പർ. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ്
മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അതല്ലെങ്കിൽ എന്താണ് മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. മാസ് നമ്പർ പ്രോട്ടോൺ നമ്പറുടെ എണ്ണത്തിനോട് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. മാസ് നമ്പറും ആറ്റോമിക് നമ്പറും മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. When we represent an atom using its symbol, we write mass number and atomic number on the top left and the bottom left respectively. ഒരു ആറ്റത്തെ പ്രതീകം ഉപയോഗിച്ച് പ്രതിദാനം ചെയ്യുമ്പോൾ പ്രതീകത്തിൻ്റെ ഇടതുവശത്ത് മുകളിലും താഴെയുമായി യഥാക്രമം മാസ് നമ്പറും ആറ്റോമിക് നമ്പറും എഴുതുന്നു. CL 3517 കണ്ടല്ലോ. അതുപോലെ CA എന്താണ്? 14ഉം 20ഉം. ഇനി ഫൈൻഡ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ ഇൻ ക്ലോറിൻ ആൻഡ് കാൽസ്യം ആറ്റം. ക്ലോറിൻ, കാൽസ്യം എന്നീ ആറ്റത്തിലെ പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ, ഇലക്ട്രോണുകൾ എന്നിവയുടെ എണ്ണം നമുക്ക് കണ്ടെത്താം. എന്താണ് ക്ലോറിൻ? അല്ലേ, ക്ലോറിൻ ഏതൊക്കെയുണ്ട്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. ഇതിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? പ്രോട്ടോൺ ആയാലും ഇലക്ട്രോൺ ആയാലും അടിയിലുള്ള നമ്പറാണ് എപ്പോഴും എന്ത്? പ്രോട്ടോണും ഇലക്ട്രോണും. അപ്പോൾ അടിയിൽ എത്ര എഴുതിയുള്ളത്? 70. അപ്പോൾ പ്രോട്ടോൺ എത്രയാണ്? 17. ഇലക്ട്രോൺ താഴെയുള്ള നമ്പറാണ് എപ്പോഴും എഴുതേണ്ടത്, ഇലക്ട്രോണും. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം 17, ഇലക്ട്രോണിൻ്റെ എണ്ണവും 17. എന്നാൽ ന്യൂട്രോൺ ഏതാണ്? ഈ 35 നിന്ന് 17 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. 35 മൈനസ് 17 എത്ര? 17 ഒന്ന് 1 കടം കൊടുക്കണം. 2 7 15 ആവാൻ 8 2 1 ആവാൻ 1. നമുക്ക് എത്ര കിട്ടി? 18. അതാണ് ന്യൂട്രോൺ. അപ്പോൾ കാൽസ്യത്തിലുള്ള ക്ലോറിനിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം 17, ഇലക്ട്രോണുകളുടെ എണ്ണം 17. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലത്തെ നമ്പറിൽ നിന്ന് താഴെയുള്ള നമ്പർ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് ന്യൂട്രോണുകളുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ കാൽസ്യത്തിൻ്റെ കണ്ടുപിടിക്കാം. പ്രോട്ടോൺ എത്രയായിരിക്കും? 20. ഇലക്ട്രോൺ എത്രയായിരിക്കും? 20. എങ്കിൽ ന്യൂട്രോൺ എത്ര? ഈ 40 നിന്ന് 20 മൈനസ് ചെയ്താൽ മതിയില്ലേ? അപ്പോൾ 40 മൈനസ് 20 2. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയത്? ന്യൂട്രോൺ 20. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൻ ബിലോ ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. ചുവടെ നൽകിയ പട്ടിക പൂർത്തിയാക്കി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക. സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീകം. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി എന്താണ്? ആറ്റോമിക് നമ്പർ. എന്നാൽ ആറ്റോമിക് നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെയുള്ള നമ്പേഴ്സാണ് എപ്പോഴും എന്ത് പറയുക? ആറ്റോമിക് നമ്പർ. അപ്പോൾ ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ 1, ലിഥിയത്തിൻ്റെയോ താഴെ നമ്പർ എത്ര? 3 അല്ലേ? അതാണ് അപ്പോൾ അതിൻ്റെ ആറ്റോമിക് നമ്പർ. ഓക്സിജൻ 8, Na എന്താണ്? 11, Ne 10, Ti 22, U 92, Th 19, Zn 30 ആണല്ലോ. ഇനി അതേപോലെ തന്നെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലുള്ള നമ്പറാണ്. താഴെ നമ്പറൊക്കെ എന്താണ്? ആറ്റോമിക് നമ്പർ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ നമ്പർ. ഹൈഡ്രജൻ്റെ 1, Li 7, O 16, Na 23, Ne 20, Ti 48, U 235, Th 232, Zn 65. അപ്പോൾ നമ്മൾ മാസ് നമ്പറും ആറ്റോമിക് നമ്പർ എന്താണെന്ന് വെച്ചു. ആറ്റോമിക് നമ്പർ താഴെയുള്ള നമ്പേഴ്സുകളും മാസ് നമ്പർ എന്ന് പറയുന്നത് മുകളിലുള്ള നമ്പേഴ്സുകളും. എങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്താണ്? ആറ്റോമിക് നമ്പർ എന്താണോ അത് തന്നെയാണ് എന്ത്? പ്രോട്ടോണും ഇലക്ട്രോണും. അപ്പോൾ സെയിം ആണ്. ആറ്റോമിക് നമ്പർ എന്താണോ അത് തന്നെയാണ് പ്രോട്ടോണായിട്ടും വരുന്നത്, ഇലക്ട്രോണായിട്ടും വരുന്നത്. അപ്പോൾ ഇതേ നമ്പേഴ്സ് തന്നെ നമ്മൾ പ്രോട്ടോണിലും ഇലക്ട്രോണിലും എഴുതിയാൽ മതി. 1 1 3 3 8 8 11 11 10 10 22 22 92
92, 90, 19, 13, 30. ഇനി എന്താണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്? ന്യൂട്രോൺസ് എന്ന് പറയുന്നത് താഴെയുള്ള നമ്പറും മുകളിലുള്ള നമ്പറും കൂടി മൈനസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് എന്ത്? ന്യൂട്രോൺ. അപ്പോൾ 1 നിന്ന് 1 കുറച്ചാൽ 1 - 1 = 0. അതാണ് എന്ത്? ന്യൂട്രോൺ. ഇനി ലിഥിയം എല്ലാവരുടെയോ 7 - 3 = എത്രയാണ്? 4. അതാണ് ന്യൂട്രോൺ. എങ്കിൽ ഓക്സിജൻ O 16 - 8 8. അതാണ് നമ്മൾ എന്ന് പറയുന്നത് ന്യൂട്രോൺ. 23 - 11 12. ആ 12 ആണ് എന്തിൻ്റെ? എണ്ണയുടെ ന്യൂട്രോൺ. നെക്സ്റ്റ് Ne 20 - 10 = 10. അതാണ് എണ്ണയുടെ ന്യൂട്രോൺസ്. ടൈറ്റാനിയം Ti 48 - 22. എത്രയാണ് നമുക്ക്? 26. അതാണ് ടൈറ്റാനിയത്തിൻ്റെ ന്യൂട്രോൺസ് 26. നെക്സ്റ്റ് യുറേനിയം 235 - 92 = 143. അപ്പോൾ എത്രയാണ്? 143 ആണ് യുറേനിയത്തിൻ്റെ ന്യൂട്രോൺസ്. നെക്സ്റ്റ് TH ഏതാണ്? 232 - 90 142. അതാണ് THൻ്റെ ന്യൂട്രോൺസ്. നെക്സ്റ്റ് Zn എത്രയാണ്? 65 - 30 = 35. അതാണ് Znത്തിൻ്റെ ന്യൂട്രോൺസ് 35. കണ്ടല്ലോ. അപ്പം ഇത് മുകളിലത്തെയാണ്. ഇത് നമ്പറുകൾ മൈനസ് ചെയ്തതാണ് എന്ത്? ന്യൂട്രോൺസ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ ആൻ ആറ്റം. ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം. അക്കോർഡിംഗ് ടു ദ ബോർ ആറ്റം മോഡൽ, വേർ ഈസ് ദ ഇലക്ട്രോൺ സിറ്റുവേറ്റഡ് ഇൻ ആൻ ആറ്റം? ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ഓർബിറ്റുകളിലാണ് കാണപ്പെടുന്നത്. വാട്ട് ആർ ദ സിമ്പിൾ ഗിവൺ ടു ദ എനർജി ലെവൽ 1, 2, 3 and 4? അപ്പോൾ 1, 2, 3, 4 എന്നീ ഊർജ്ജനിലകൾക്ക് യഥാക്രമം ഏതെല്ലാം പ്രതീകങ്ങളാണ് നൽകിയിരിക്കുന്നത്? ഏതെല്ലാം പ്രതീകങ്ങളാണ്? K, L, M, N എന്ന പ്രതീകങ്ങളാണ് നൽകിയിരിക്കുന്നത്. The arrangement of electrons in an atom is done in accordance with certain laws. ഒരാറ്റത്തിലെ ഇലക്ട്രോണുകൾ വിവിധ ഓർബിറ്റുകളിൽ ക്രമീകരിക്കപ്പെടുന്നത് ചില നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ്.